നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആയില്യ നക്ഷത്രക്കാരുടെ 2025 എന്ന പുതുവർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആയില്യ നക്ഷത്രം കർക്കിടകക്കൂറിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രമാണ്. ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ശനി, വ്യാഴം, രാഹുകേതുക്കൾ എന്നിവയ്ക്കാണ് ബാധകമാകുന്നത്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് കടക്കുന്നു. മെയ് മാസം 14 ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം മിഥുനത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നു. മെയ് 18 രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കും പിന്നോട്ട് സഞ്ചരിക്കുന്നു. ഇതാണ് പ്രധാന ഗ്രഹമാറ്റങ്ങൾ. ഈ ഗ്രഹങ്ങളാണ് ദീർഘകാലം ഓരോ രാശിയിൽ നിൽക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളൊക്കെ വളരെ ചെറിയ പീരീഡ് മാത്രമേ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ ഈ ആയില്യ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്താണ്? വളരെ പെട്ടെന്ന് സന്തോഷം ഉണ്ടാകും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോപിക്കും, അതുപോലെ പെട്ടെന്ന് തന്നെ വിഷാദവും ബാധിക്കും. പിന്നെ കർക്കശമായിട്ടുള്ള സംസാരം, ദയയില്ലാത്ത പെരുമാറ്റമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. വിട്ടുവീഴ്ച മനോഭാവവും കുറവായിരിക്കും. ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ജന്മസിദ്ധമായിട്ടുള്ളത് കൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നാൽ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യും. സമൂഹത്തിലൊരു മാന്യമായ പൊസിഷൻ വേണം എന്നാഗ്രഹിക്കുന്നവരാണ്. എല്ലാവരോടും മാന്യമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. പക്ഷേ അല്പം സ്വാർത്ഥത കാണും. എല്ലാ ഉദ്ദേശത്തിലും ഏതൊരു പരിചയം ഉണ്ടാക്കിയാലും അല്പം ഒരു സ്വാർത്ഥത, ഒരു സെൽഫിഷ്നെസ് അവർക്ക് ജന്മന ഉണ്ടായിരിക്കും. അപ്പോൾ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് എന്ന് പറഞ്ഞല്ലോ. അവർക്ക് വർഷാരംഭത്തിൽ വ്യാഴം 11-ലാണ്, അതേ ഇടവത്തിലാണ്. 11 വ്യാഴം എന്ന് പറയുന്നത് വളരെ ഗുണകരമായ അവസ്ഥയാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് തന്നെ ഔദ്യോഗിക കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പ്രമോഷനോ ശമ്പളവർദ്ധനോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും. കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ ആലോചിച്ച് കൈക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ വളരെ പുരോഗമനാത്മകമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കും. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. പുതിയ വീട് തന്നെ നിർമ്മിക്കാനുള്ള യോഗമുണ്ട്, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. മക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ വിവാഹം നടക്കാനിടയുണ്ട്. പൊതുവെ പറഞ്ഞാൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ കുറയുന്നതാണ്. അപ്പോൾ ഈ വർഷാരംഭത്തിൽ ശനിയുടെ സ്ഥാനം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും. പക്ഷേ മാർച്ച് മാസം ഒടുവിലാകുമ്പോഴത്തേക്കും ശനി സ്ഥാനം മാറും. അപ്പം കുറച്ച് സമാധാനം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നതാണ്. ദീർഘകാലമായിട്ട് കാത്തുപോരുന്ന ന്യായമായ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അവർക്ക് പുരസ്കാരങ്ങൾ കിട്ടാനും അവരുടെ കൃതികൾ നന്നായിട്ട് ആളുകൾ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. വീട് വയ്ക്കാൻ യോഗമുള്ള പോലെ തന്നെ വീട് വെച്ച് അതിൽ താമസിക്കാനായിട്ട്, ഇപ്പം നേരത്തെ വീടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വർഷം അതിലേക്ക് പാലുകാച്ചി താമസിക്കാനായിട്ട് സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സന്ദർഭമാണ്, അനുകൂല വർഷമാണ്. ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ആഗ്രഹിച്ചതുപോലത്തെ ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ശനി മാറ്റം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ ആശ്വാസമുണ്ടാകും. രോഗങ്ങൾക്ക് ചികിത്സിച്ചുകൊണ്ടിരുന്നവർക്ക് രോഗത്തിൽ കുറവുണ്ടാകും. പക്ഷേ രാഹു 8ലേക്ക് മാറുന്നത് കാര്യവിഘ്നത്തിനും ത്വഗ് രോഗം, ശ്വാസകോശ രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വ്യാഴം 12 സഞ്ചരിക്കുന്നതുകൊണ്ട് വർഷമധ്യം മുതൽ അലച്ചിലുകൾ, യാത്രകളുമൊക്കെ വർദ്ധിക്കുന്നതാണ്. ജോലി സംബന്ധിച്ച് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. വീട് വിട്ടു നിൽക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ കണ്ടുമുട്ടുന്ന അവസരങ്ങൾ കുറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുടുംബയോഗമോ അല്ലെ കുടുംബത്തിലേതെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ആയില്യം നക്ഷത്രക്കാരായ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ ചെലവ് വർദ്ധിക്കുന്നതാണ്. നമ്മുടെ ഗുണകരമായ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ധനച്ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് മാറി ജോലി സംബന്ധമായിട്ടോ അല്ലെ പഠന സംബന്ധമായിട്ടോ ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ദൂരോട്ട് മാറി
താമസിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുമായിട്ട് കൂടിച്ചേരാനുള്ള അവസരങ്ങൾ കുറയും എന്നുള്ളതാണ് ചുരുക്കം. അതുപോലെ വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിടെയും ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. പക്ഷേ അവിടെയും ചുമതലകൾ വർദ്ധിക്കും. ഈ ശനി കൊണ്ടും വ്യാഴം കൊണ്ടും ഈ സമയത്തുണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യാഴം 12 മാറുമ്പം ചിലവ് വളരെയേറെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ശനി സ്ഥാനം മാറുന്നത് കൊണ്ട് കുറേ ഗുണങ്ങൾ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അലച്ചിലുകളും ദേഹാരിഷ്ടതകളൊക്കെ കൂടാനുള്ള സാധ്യതയുമുണ്ട്. ചില തരത്തിലുള്ള രോഗങ്ങൾ പറഞ്ഞാൽ വലിയ മാരകമൊന്നും ആയിരിക്കില്ല, പക്ഷേ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ നല്ല നായകത്വം വഹിച്ചതിനെ മുന്നോട്ട് പോകാനുള്ള യോഗം ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. പൊതുവെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമല്ല. ഇടയ്ക്കിടയ്ക്ക് ചില ടെൻഷനുകളൊക്കെ അവരെ അലട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അവരത് കഴിവ് നന്നായിട്ട് ഉപയോഗിച്ചാൽ വ്യാപാര രംഗത്തും വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ധൈര്യപൂർവ്വം പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ പുതിയ വ്യാപാര മേഖലകളിലേക്ക് കടക്കാനൊക്കെ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും സാമാന്യം നല്ലൊരു അനുഭവം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാരുടെ പ്രത്യേക സ്വഭാവം കൂടെ നോക്കിക്കഴിയുമ്പോൾ. ഗ്രഹനില മാത്രമല്ല, സ്വഭാവം കൂടെ നോക്കിക്കഴിയുമ്പം പൊതുവായിട്ട് അനുഭവപ്പെടാനിടയുള്ളത് നല്ല ഫലങ്ങളാണ്. ഇനി നമുക്ക് അവരുടെ പരിഹാര കർമ്മങ്ങളിലേക്കും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളിലേക്കൊക്കെ നോക്കാം. ആയില്യം നക്ഷത്രക്കാരും നാഗങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആയില്യം നക്ഷത്രക്കാരെ നാഗപ്രീതി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ശുക്രദശ, ചന്ദ്രദശ, രാഹുർദശ തുടങ്ങിയ ദശാകാലങ്ങളിൽ ദോഷപരിഹാരം ചെയ്യണം. ഈ ഗ്രഹങ്ങളുടെ അപഹാരകാലമാണെങ്കിലും ദോഷപരിഹാരം ചെയ്യണം എന്നുള്ളതാണ് വിധി. ആയില്യ പൂജ ചെയ്യുന്നത് ഉത്തമമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി, അതായത് ആയില്യവും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും ഈ നക്ഷത്രങ്ങളിൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. ദോഷശാന്തിക്കായിട്ട് നക്ഷത്രദശാധിപനായ ബുധൻ്റെ സ്തോത്രങ്ങൾ, മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. നവഗ്രഹ സ്തോത്രങ്ങളിൽ ബുധൻ്റെ സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്. ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ബുധന് വഴിപാട് കൊടുക്കണം. അതുപോലെ സർപ്പപ്രതിഷ്ഠയുടെ അവിടെ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും സമർപ്പിക്കുന്നതും നല്ലതാണ്. ബുധനാഴ്ചകളിൽ വ്രതാനുഷ്ഠാനം നടത്തുന്നതും വ്രതം എടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ നല്ലതാണ്. വ്രതം അനുഷ്ഠിക്കുന്നത് ശാരീരികമായിട്ട് അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ആഹാരം ക്രമീകരിച്ചുള്ള വ്രതത്തിലോട്ട് പോകേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായ ശുദ്ധി വരുത്തി ഒരു നേരം അരിയാഹാരം, മറ്റു നേരങ്ങളിൽ ഗോതമ്പ് കൊണ്ടോ ഉള്ള ആഹാരങ്ങളല്ലേ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ വ്രതം എടുത്താലും മതിയാകും. ശാരീരികമായിട്ട് നല്ല ശേഷിയുള്ളവർ മാത്രമേ ആഹാരം ഒഴിവാക്കിയുള്ള വ്രതം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ശരീരത്തെ പീഡിപ്പിച്ചുള്ള വ്രതങ്ങളിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് മനസ്സ് ഉറപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ വിധി അനുസരിച്ച്, ആരോഗ്യവും ആ വ്രതത്തിൻ്റെ വിധിയും അനുസരിച്ച് എടുത്തെങ്കിലേ പറ്റുള്ളൂ. ആരോഗ്യമുള്ള ഒരാളിന് ഉപവാസം ഉള്ള വ്രതം എടുക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. പിന്നെ ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ദുർഗാദേവി ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ കുറേ ദോഷങ്ങൾ മാറാനായിട്ട് ഇത് ഉപകരിക്കും. പിന്നെ ശനി പ്രീതിക്കായിട്ട് ശാസ്താ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മനസ്സിന് ടെൻഷൻ തോന്നുന്ന അവസരങ്ങളിൽ മഹാദേവന് ധാര വഴിപാട് ചെയ്യുക. കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യാനായിട്ട് മറക്കരുത്. കൃത്യമായിട്ട് കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യേണ്ടതാണ്. കുടുംബദേവത ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ആ ദേശത്തെ ദേവത അല്ലെ ഗ്രാമദേവതയ്ക്ക് വഴിപാടുകൾ സമർപ്പിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഒരു പൊതുഫലമായിട്ട് പറയാനുള്ളത്. ഒരുപാട് വിശദീകരിച്ച് പോകണ്ട എന്ന് വിചാരിച്ചാണ് ചുരുക്കിയത്. അപ്പം ഇതാണ് ധനപരമായ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് പ്രത്യേകം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.